പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദിസ് മീ ജോസ് ചമ്പാരൻ. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ. കാര്യം എന്താ, ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിക്കാൻ പോവുക. നിങ്ങൾക്ക് ചുണയുണ്ടോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാക്കി കാണിക്കാൻ എന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ. ഇനി ലോസ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ പോയി കമൻറ്റ് ചെയ്യണം, എനിക്ക് ലോസായി, ഞാൻ ലോസ് ഉണ്ടാക്കി എന്നുള്ളത്. ഞാൻ ഈ പഠിപ്പിച്ച് തീർന്നത് മൊത്തം നിങ്ങളെ കേട്ടതിന് ശേഷം മാത്രം. സോ ഹിറ്റ് റേഷ്യോ ചാർട്ട് പ്രകാരം നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് വിചാരിച്ചാലും നിങ്ങൾ എന്താക്കാം? ലോസ് ആക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ട്രേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോസ് ആക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സക്സസ്ഫുൾ ട്രേഡർമാരുടെ വിജയരഹസ്യമില്ലേ, അതും ഈ ഹിറ്റ് റേഷ്യോ ചാർട്ടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. എന്താണ് ഹിറ്റ് റേഷ്യോ ചാർട്ട് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്നിരിക്കുന്നത്. ആ 1 ലക്ഷം രൂപ ഇവിടെ ഇരിക്കട്ടെ. ഈ 1 ലക്ഷം രൂപ ഇവിടെ ഇരിക്കുന്നു. ഈ 1 ലക്ഷം രൂപയുടെ 2%, 2% നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകുന്നത്. 2% എന്ന് പറയുന്നത് 2000 രൂപ. ഈ 2000 രൂപ നിങ്ങൾ റിസ്ക് എടുക്കാൻ പോവുകയാണ്. ഈ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1:3 എന്നുള്ള റേഷ്യോയിൽ, അതായത് ഈ 2000 രൂപയുടെ ഈ ടൈംസ് എന്ന് പറയുമ്പോൾ 6000 രൂപ. അപ്പോൾ 6000 രൂപ നിങ്ങൾക്ക് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇവിടെ 2000 രൂപ, ആ 2000 രൂപയ്ക്ക് 6000 രൂപ പ്രോഫിറ്റ്. ഇതാണ് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രക്ചർ. ഈ ഒരു രീതിയിൽ വരുന്ന ട്രേഡ്സ് നിങ്ങൾ എടുക്കുള്ളൂ. സോ നമുക്ക് ഹിറ്റ് റേഷ്യോ ചാർട്ട് നോക്കാം. ഹിറ്റ് റേഷ്യോ ചാർട്ട് നോക്കാൻ നമുക്ക് ഏതിലോട്ട് പോവാം? വെൽക്കം ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഹിറ്റ് റേഷ്യോ ചാർട്ട് പ്രകാരം എന്തുണ്ട്? ഹിറ്റ് റേഷ്യോ ഉണ്ട്, സക്സസ്ഫുൾ ട്രേഡ്സിനൊരു കോളം ഉണ്ട്, ഫെയിൽഡ് ട്രേഡ്സിനൊരു കോളം ഉണ്ട്, ഗെയിൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഒരു കോളം ഉണ്ട്, ലോസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഒരു കോളം ഉണ്ട്, നെറ്റ് P&L അറിയാൻ വേണ്ടി ഒരു കോളം ഉണ്ട്, പെർസെൻറ്റേജ് ഗെയിൻ എത്രയാണ്, ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗെയിൻ ഉള്ളതെന്നൊരു കോളം ഉണ്ട്, ഓവറോൾ പ്രോഫിറ്റ് ആണോ ലോസ് എന്ന് അറിയാൻ വേണ്ടിയും ഒരു കോളം ഉണ്ട്. ഇനി നിങ്ങളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 100%. 100% എന്ന് പറയുന്നത് നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുന്നത് ഉദ്ദേശിച്ചോ. ആ 10 ട്രേഡ് എന്തായി? പ്രോഫിറ്റ് ഉള്ളായി. അപ്പോൾ നിങ്ങൾക്ക് ഫെയിൽഡ് ട്രേഡ് ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ ഗെയിൻ എത്രയാണ്? നിങ്ങൾക്ക് ഒരു ട്രേഡിൽ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ് 1:3 പ്രകാരം 2000 രൂപ റിസ്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 6000 രൂപയാണ് പ്രോഫിറ്റ് വരികയാണ്. അപ്പോൾ 10 ട്രേഡുകളും പ്രോഫിറ്റ് ആയതുകൊണ്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നത്? 60000 രൂപ പ്രോഫിറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലോസ് ഉണ്ടോ? ലോസ് 0. അപ്പോൾ നെറ്റ് P&L എത്രയാണ്? 60000 രൂപ. അപ്പോൾ പെർസെൻറ്റേജ് പെർ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 60%. അപ്പോൾ ഓവറോൾ P&L എന്താ? പ്രോഫിറ്റ് ആണ്, പച്ചയിലാണ് നിൽക്കുന്നത്. അടുത്തായിട്ട് നിങ്ങളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 90%. 90% ഹിറ്റ് റേഷ്യോ നിങ്ങൾ നോക്കും. നിങ്ങളുടെ സക്സസ്ഫുൾ ട്രേഡ് എന്ന് പറയുന്നത് 9, നിങ്ങളുടെ ഫെയിൽഡ് ട്രേഡ് എന്ന് പറയുന്നത് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആകെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 9 × 6000 എന്ന് പറയുന്നത് 54000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് 2000 രൂപ. അപ്പോൾ ടോട്ടൽ നെറ്റ് P&L നോക്കുമ്പോൾ 52000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അത് പറയുന്നത് നിങ്ങളുടെ പെർ ക്യാപിറ്റലിൻ്റെ 52% ആണ് നിങ്ങൾക്ക് എന്തിനുള്ള പ്രോഫിറ്റ് ഉള്ളത്. അടുത്ത നിങ്ങൾക്ക് 80% ഹിറ്റ് റേഷ്യോ ഉള്ളത്. 80% 8 ട്രേഡുകൾ സക്സസ്ഫുൾ ആവുന്നു, 2 ട്രേഡുകൾ ലോസ് ആവുന്നു. 48000 രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഗെയിൻ. നിങ്ങളുടെ ലോസ് വരുന്നത് 4000 രൂപ. നിങ്ങളുടെ നെറ്റ് P&L 44000 രൂപ. പെർ ക്യാപിറ്റൽ ഗെയിൻ 44%. അവിടെയും നിങ്ങൾ പ്രോഫിറ്റ്. ഇനി അടുത്ത സെനാരിയോ നിങ്ങൾക്ക് 70% വരുന്നുള്ളൂ. 70% നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 42000 രൂപ. നിങ്ങൾക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് 6000 രൂപ. നെറ്റ് P&L എന്ന് പറയുന്നത് 36000 രൂപ. ടോട്ടൽ നിങ്ങളുടെ പെർസെൻറ്റേജ് പെർ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 36%. അവിടെയും നിങ്ങൾ പ്രോഫിറ്റ്. ഇനി നിങ്ങളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 50%. 50% ആണെങ്കിൽ 5 ട്രേഡുകൾ പ്രോഫിറ്റ്, 5 ട്രേഡുകൾ ലോസ്. അങ്ങനെയാണെങ്കിൽ 30000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത്, 10000 രൂപയാണ് നിങ്ങൾക്ക് ലോസ് വരുന്നത്. നെറ്റ് P&L നിങ്ങളുടെ കയ്യിലുള്ളത് 20000 രൂപ. അവിടെയും നിങ്ങൾക്ക് എത്ര? 20% നിങ്ങളുടെ പെർ ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങൾ അവിടെയും പച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 30%. 30% ഹിറ്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കും, നിങ്ങളുടെ സക്സസ്ഫുൾ ട്രേഡ് 3, നിങ്ങളുടെ ലോസ് ട്രേഡ് എന്ന് പറയുന്നത് 7, നിങ്ങളുടെ നെറ്റ് ഗെയിൻ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18000 രൂപ, നിങ്ങളുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 14000 രൂപ. അവിടെ നിങ്ങളുടെ നെറ്റ് P&L എന്ന് പറയുന്നത് 4000 രൂപ. നിങ്ങളുടെ പെർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4%. അവിടെയും നിങ്ങൾ എന്താണ്? പ്രോഫിറ്റാണ്. അതായത് ആക്ച്വലി നിങ്ങളിവിടെ 8 സ്ഥലത്തും നിങ്ങൾ എന്തായി? പ്രോഫിറ്റബിളായി അല്ലേ? 8 തവണ, അതായത് 30% ഗെയിൻ വന്നപ്പോഴും നിങ്ങളവിടെ എന്തായി? പ്രോഫിറ്റബിളായി. ഇനി നിങ്ങളെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20%. 20% ഹിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ 10 ട്രേഡുകൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് 8 ട്രേഡുകൾ ലോസും, അതായത് 2 ട്രേഡുകൾ മാത്രം പ്രോഫിറ്റും. അങ്ങനെ വരുന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 12000 രൂപ, നെറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ 16000 രൂപ, നെറ്റ് P&L എന്ന് പറയുന്നത് -4000 രൂപ. അവിടെ നിങ്ങളുടെ പെർ ക്യാപിറ്റൽ, നിങ്ങളുടെ ക്യാപിറ്റലിൽ നഷ്ടമായിരിക്കുന്നത് -4%. അതായത് 1 ലക്ഷം രൂപയിൽ നിന്ന് 4000 രൂപ മൈനസായി, 4000 രൂപയാണ് നിങ്ങളുടെ മൈനസായി. അവിടെ നിങ്ങൾ എന്താ? ലോസ്. ഇനി 10%, നിങ്ങൾ 10 ട്രേഡ് എടുത്തതിൽ ഒരു ട്രേഡ് മാത്രമേ നിങ്ങൾ
ലോസ് ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സക്സസ്ഫുൾ ട്രേഡ് എന്ന് പറയുന്നത് 1, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫെയിൽഡ് ട്രേഡ് എന്ന് പറയുന്നത് 9, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗെയിന് എന്ന് പറഞ്ഞാൽ 6000 രൂപ, നിങ്ങളുടെ ലോസ് എന്ന് പറഞ്ഞാൽ 18000 രൂപ, നിങ്ങളുടെ നെറ്റ് P&L വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ -12,000 രൂപ, അതായത് -12% അവിടെയും നിങ്ങളെന്താണ് ലോസാണ്. അതായത് ഒരു 10 ട്രേഡുകൾ നിങ്ങൾ വ്യത്യസ്തമായി എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ 10 ട്രേഡ് എടുക്കുന്നതിൽ 3 ട്രേഡുകൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ രാജാവ് തന്നെയാണ്. നിങ്ങളുടെ ട്രേഡ് എന്താണ്? നിങ്ങൾ ഓൾറെഡി ഈ ഹിറ്റ് റേഷ്യോ ചാർട്ട് പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളും പ്രോഫിറ്റിൽ തന്നെയാണ് പോകുന്നത്. ഞാനത് ചോദിക്കട്ടെ, നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുമ്പോൾ ഈവൻ നിങ്ങൾക്ക് ഇനി എങ്ങനെയൊക്കെ അത് ലോസ് ആക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും എന്താ, അത് ലോസാക്കാൻ നിങ്ങൾ സാധിക്കും. നിങ്ങൾ 10 ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയായാലും അതിലൊരു 2-3 ട്രേഡ് പ്രോഫിറ്റിലല്ലേ വന്ന് ചേരുള്ളൂ. അതിന് നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇത്രയും ഡേറ്റാസ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റിയെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതൊരു നിസ്സാര കാര്യമല്ല. പലർക്കും ഇത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഈ ഹിറ്റ് റേഷ്യോ ചാർട്ട് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ഹിറ്റ് റേഷ്യോ ചാർട്ട് എന്ന് പറയുന്നതാണ് ട്രേഡിങ്ങിൻ്റെ വേദപുസ്തകം. ഇത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വേദപുസ്തകമായ ബൈബിളും ഖുറാനും ഒക്കെ സൂക്ഷിക്കുന്നത്, അതുപോലെയാണ് ഈ ഹിറ്റ് റേഷ്യോ ചാർട്ടിൻ്റെ പ്രാധാന്യം. അപ്പോൾ നിങ്ങളത് മനസ്സറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അമർത്തുക, ഒപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ വിലപിടിപ്പുള്ള കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദിസ് മീ ജോ ചെമ്പാരൻ. താങ്ക് യു.